ഇടക്കാലത്ത് ഒരുപാട് ചർച്ചയായതാണ് സാറ് ഒരു വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് മർദ്ദിക്കുന്ന സമയത്ത് അതൊരു ഫോട്ടോ വന്നിരുന്നത് വലിയ കുറേ കാലം ഇന്നലെയും കണ്ടു. ഇന്നലെ ആരും ഇന്നലെ എടുത്തിരിക്കുന്നുണ്ട്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ മോഹനൻ എന്ന് പറഞ്ഞൊരു സിയോട് പറഞ്ഞു, നമ്മളൊരു ദിവസം എൻ്റെ ഓഫീസിൻ്റെ ആദ്യം എൻ്റെ ഓഫീസ് ഇവിടെയായിരുന്നു, PTCയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഓഫീസിൽ വന്ന് ഞാനാണത് ഇനോഗ്രേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ആദ്യത്തെ ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് IG സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സോണുണ്ട്, എറണാകുളം അടക്കമുള്ള സോൺ IGയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ള പോലെ. അവിടുത്തെ CAയോട് പറഞ്ഞു, ഇവിടെ മ്യൂസിയം CA മോഹനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടുത്തെ മെൻസ് ഹോസ്റ്റലുണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ, നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം തയ്യാറെടുപ്പായിട്ട് നിൽക്കുന്ന സമയം മോഹൻ പോയി അത് ചെക്ക് ചെയ്തു എന്നാണ് മോഹൻ എന്നോട് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലേദിവസം ഈ MG കോളേജിൽ സംഘർഷം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി. കംപ്ലീറ്റ് നമ്മൾ വയർലെസ് വെച്ചിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു ബോംബേർ നടന്നു. മോഹൻ്റെ കാലിന് പരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ആളെ ആസ്പത്രിയിലേക്ക് ഇത് ചെയ്യുക. മാത്രമല്ല അവിടെ കിട്ടിയവരെ പിടികൂടിയിട്ട് ഞാൻ പറഞ്ഞു അവരെ സിൽവർ നൈറ്റ് ടെസ്റ്റ് നടത്താനായിട്ട് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ ആളെ വിടുക. അപ്പോൾ ആക്ച്വലായിട്ട് ആരാണ് എക്സ്പ്ലോസീവ് എല്ലാം ഹാൻഡിൽ ചെയ്തതെന്ന് അറിയാൻ പറ്റും. അവരെ മാത്രം അവരെ പിടിക്കുക, ബാക്കിയുള്ളവരെ നമുക്ക് ആവശ്യമില്ല, പക്ഷേ അവരെ പിടിക്കാൻ പറഞ്ഞു. അതാ നിർദ്ദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേണ്ട മനോജ് എബ്രാഹാം ഈ കോളേജിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് എബ്രാഹിമിനെ പറ്റി എനിക്ക് അറിയാം. ഹീ വിൽ ബി ചിലപ്പോൾ റെക്ലെസ് ആയിട്ട് ഭയങ്കരമായിട്ട് അടി കൊടുത്ത് കളയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനും കൂടി പോകണം അവിടെ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നോക്കുക, ഞാൻ 8 കോളേജുകളിൽ കയറിയിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് കയറി, അവിടെ ഒരു എൻക്വയറി ഉണ്ടായി. അപ്പോഴും എനിക്ക് മനസ്സിലായി ഫസ്റ്റ് തിങ് ടു കൺട്രോൾ ഇൻ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഈസ് യുവർ ഓൺ ഫോഴ്സ്. ഇഫ് യു കൺട്രോൾ പോലീസ് മെൻ ഓർ വിമൺ, പോലീസ് നിങ്ങളുടെ കൂടെയുള്ള പോലീസിനെ കൺട്രോൾ ചെയ്താൽ 60-70% ഓഫ് യുവർ ജോബ് ഈസ് ഓവർ. ഫസ്റ്റ് യു ഹാവ് ടു കൺട്രോൾ ദാറ്റ്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇൻ കൊല്ലം ആൾസോ ഐ എക്സ്പീരിയൻസ് ഇറ്റ് എവരിവെയർ. ദിസ് ഈസ് മൈ ആഫ്റ്റർ ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലൊന്നും പോയി പോലീസുകാർ പോയിട്ട് അവിടുത്തെ ലബോറട്ടറി ഒക്കെ തകർക്കുകയും ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കി. അവസാനം ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഞാനോ അല്ലെങ്കിൽ SP ആണ് ഇതിൻ്റെ എല്ലാത്തിനും നേതൃത്വം എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കൊല്ലത്തൊക്കെ വെടിവെപ്പുണ്ടായ ആ സമയത്ത് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച പ്രതികളെ ഇവന്മാർ തലയൊക്കെ തല്ലിപ്പൊളിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. മനസ്സിലായി? അങ്ങനെ ചെയ്യും. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഈ മനോജ് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഇവരോട് പറഞ്ഞു, നോക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പോൾ ഭയങ്കരമായിട്ട് കുട്ടികളെ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ എക്സാം നടക്കുകയാണ്, ആ ഹാളിലൊക്കെ കയറി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 3ാമത്തെ നിലയിൽ ആ കുട്ടികൾ ചാടാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഉള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, പോലീസിനെ എടുത്ത് പറഞ്ഞു, പോലീസ് കാമാക്കുക, നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പാളോട് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാരെ നമുക്ക് പിടിക്കാം. അങ്ങനെ പ്രിൻസിപ്പാളിന് അഷുറൻസ് കൊടുത്ത് ഇനി ആരെയും അടിക്കുന്നില്ല, അതുകൊണ്ട് കുട്ടികളൊക്കെ ഇതായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴുണ്ട് അവിടെ പിടിച്ചുകൊണ്ടുവന്ന ഒരു പോലീസുകാരെ എൻ്റെ മുമ്പിലിട്ട് അങ്ങ് അടി തുടങ്ങി. അപ്പം മുകളിൽ ആൾക്കാർ നിൽക്കുകയാണ് ചാടാനായിട്ട്. അവർ ചാടിയാൽ ഒന്നെങ്കിലും ചാടുക അല്ലെങ്കിൽ മരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതും ടോട്ടലി ഇന്നസെൻ്റാണ്. കാരണം ഇത് ആക്രമണം നടത്തി എല്ലാവരും അവിടെ നിന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞു, ആരും അവിടെ വെയിറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ടോട്ടലി ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അടിക്കുന്നുണ്ട്. ഇയാൾ എൻ്റെ മുന്നിൽ വെച്ച് അടിച്ചപ്പോൾ ഞാൻ അയാളെ പിടിച്ചു, അവിടെ വെച്ച് തന്നെ സസ്പെൻഡ് ചെയ്തു. ദെൻ ദാറ്റ് വാസ് ദ ഇഷ്യൂ. അപ്പോൾ അത് അന്ന് ഇത്രയധികം മീഡിയയില്ലെങ്കിലും മീഡിയ എടുക്കുന്നതൊക്കെ നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. അവിടുത്തെ ആക്ഷൻ അതുപോലെ ഉണ്ടായി. സോ ദാറ്റ് ബിക്കേം എൻ ഇഷ്യൂ. അതിൽ KT തോമസ് സാറൊക്കെ എൻ്റെ ഭാഗമാണ് റൈറ്റ് എന്ന് പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ ഒരു അക്രമം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോലീസ് നടത്തുന്ന അക്രമമായാലും നമ്മുടെ മുന്നിലാണെങ്കിൽ ദ സീനിയർ ഓഫീസർ ഹാസ് ഗോട്ട് എ ലയബിലിറ്റി ടു സ്റ്റോപ്പ് ഇറ്റ്, അക്കൗണ്ടബിലിറ്റി ടു സ്റ്റോപ്പ് ഇറ്റ്. അല്ലാതെ അത് പോലീസ് നടത്തുന്നതാണ്, അയാൾ നടത്തി തീർത്തട്ടെ എന്നും പറഞ്ഞ് നിൽക്കലല്ല. ഇപ്പോൾ പോലീസ് മാൻ ഈസ് ഡൂയിങ് അട്രോഷ്യസ് തിങ്, ഇല്ലീഗൽ തിങ്സ്. ദ സുപ്പീരിയർ ഓഫീസർ ഷുഡ് ഇൻ്റർഫിയർ, അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അതാണ് വേണ്ടത്. അപ്പോൾ അതുമാത്രമേ നമ്മളവിടെ ചെയ്തുള്ളൂ. അപ്പോൾ ഈ പോലീസിനെയൊക്കെ പിടിക്കാനുണ്ടായ സംഭവം നിങ്ങൾ ചോദിച്ചതിന് ഇങ്ങനെയാണ്. ഈ സംഭവമാണ് പോലീസിനെ പിടിക്കാനുണ്ടായ സംഭവം. സാറേ ഈ അതിൽ പറയുന്നുണ്ട്, അതായത് ഈ കലാപങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലാത്തിച്ചാർജ് നടക്കുമ്പോഴോ സ്വന്തം പോലീസുകാരെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടതെന്നുള്ളത് വായിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു ആക്ഷൻ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇന്നസെൻറ്റിന് ഭയങ്കരമായിട്ട് ഇത് സഫർ ചെയ്യേണ്ടി വരും. മാത്രമല്ല അനാവശ്യമായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സോ വി ഹാവ് ടു കൺട്രോൾ അവർ മെൻ ഫസ്റ്റ്.